എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഐസ് ട്രേയിൽ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഐസ് ട്രേക്ക് ആകുമ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലേക്ക് ആയിരുന്നാലും സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മിക്കവരും എല്ലാ കടകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇപ്പോൾ ഐസ് ട്രേ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീലിന്റെ ഗ്ലാസ്സിൽ റെഡി ആക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ സ്റ്റീലിന്റെ ചെറിയ ചെറിയ കോപ്പകളുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കുഴിയുള്ള പ്ലേറ്റുള്ള ഇങ്ങനെ പരന്നിട്ടുള്ള ചെറിയ ചെറിയ പാത്രങ്ങൾ, അതിനകത്ത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഗ്ലാസ്സിലാണ് വെക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഒന്നല്ലെങ്കിൽ നമുക്ക് ആ ഐസ് കൂട്ടൊക്കെ വെക്കണ ആ മരത്തിന്റെ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ സ്റ്റിക്ക് വെക്കാം. ഇനിയിപ്പോൾ ആ സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല, ആ സ്പൂൺ ഉണ്ടല്ലോ, സ്പൂണിന്റെ ആ പിടുത്തം അതിനകത്തേക്ക് അങ്ങനെ കമത്തി വെച്ചാൽ മതി. അപ്പോൾ റെഡി ആയി കഴിയുമ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. പിന്നെ ഈ ഐസ് കൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നമ്മൾ ക്രീമൊന്നും ചേർക്കാണ്ടാണ് ഇത് റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. പക്ഷെ ഇത് സെറ്റ് ആയി കഴിയുമ്പോൾ ഈ ഐസ് കൂട്ട് നല്ല ക്രീം പോലെ ഇരിക്കും. റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കുന്നത്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഞാൻ മെഷറിംഗ് കപ്പിലാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് പാല്. എൻ്റെ ഈ കപ്പ് 250 ml കപ്പാട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ചായ കുടിക്കാൻ എടുക്കണ ഇങ്ങനത്തെ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ്സിലൊന്ന് ഒഴിച്ച് നോക്കാം. അപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഗ്ലാസ്സിലെടുത്താലും മതി. കാരണം കേക്കൊക്കെ ആകുമ്പോഴാണ് കറക്റ്റ് അളവ് വേണ്ടത്. ഇതിനകത്തിപ്പോൾ ചെറിയ അളവ് വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു കപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാനിത് ഈ പാനിലേക്ക് ഒഴിക്കട്ടെ. ഇനി ബാക്കി എന്തോരമുണ്ട് നോക്കാം. അപ്പോൾ ബാക്കി 3/4 കപ്പുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഗ്ലാസ്സിലെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.25 കപ്പ് പാലെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി വേണം. മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ കോൺഫ്ലോർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർത്താൽ മതി. അത് ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണം. കാരണം ഞാൻ ഇതിനു മുമ്പ് ഇതേപോലെ ഇങ്ങനെ മൈദപ്പൊടി ചേർത്തിട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് സെറ്റായി കഴിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഐസ് ക്രിസ്റ്റൽ വരുന്നുണ്ടെന്ന്. അത് അങ്ങനെ ഐസ് ക്രിസ്റ്റൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ വരണേണ്ട കാരണം ഒന്നല്ലെങ്കിൽ നമ്മൾ വളരെ കുറച്ച് ചേർക്കണുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചേർക്കണുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുക. ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ഞാൻ ഇതിലേക്ക് 1/2 കപ്പാണ് ചേർക്കണത്. കാരണം ഇതേപോലെ ഐസ്ക്രീം അല്ലെങ്കിൽ ഐസൊക്കെ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർക്കണം. കാരണം തണുത്ത സാധനങ്ങൾക്ക് മധുരം കുറയുമല്ലോ. ഇത് 3 കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മൈദപ്പൊടി നിങ്ങൾ ചേർക്കുമ്പോൾ കുറച്ച് പാലെടുത്തിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ചേർത്താൽ മതി. ഞാൻ എപ്പോൾ ചേർത്ത് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കും അങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ. കാരണം ഇതിപ്പോൾ കൂടുതൽ പാലാവുമ്പോൾ ഇതിങ്ങനെ കട്ട ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ കുറച്ച് പാലാവുമ്പോൾ നമുക്ക് നല്ല പേസ്റ്റ് പോലെ പെട്ടെന്ന് അത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് എപ്പോഴും അതൊരു അബദ്ധം പറ്റും. അപ്പോൾ മൈദപ്പൊടി ഈ പാലിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പഞ്ചസാരയും ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. ഈ പാല് നമുക്ക് തിളപ്പിച്ചിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിലവർക്ക് വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കായ പൊടിച്ചിട്ട് ചേർത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ 2ൻ്റെയും ടേസ്റ്റ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇത് റെഡി ആക്കിയിട്ട് എടുക്കുന്നത് ഞാനിവിടെ ഇതേപോലത്തെ നമ്മുടെ ഐസ് ട്രേ ഉണ്ടല്ലോ, ഇതിനകത്താണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇനി നമുക്ക് തീ ഓണാക്കാം. ഈ പാല് തിളയ്ക്കണ വരെ നമ്മൾ നിർത്താണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കട്ട പിടിക്കും. ഇതിലേക്ക് നമ്മൾ മൈദപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യണം. ഒരുപാട് ഇതങ്ങോട്ട് മൈദ ചേർത്തേക്കണേന് കുറേ നേരമായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര തിക്കായി പോവും. അത്രയ്ക്കാണ്ട് തിക്കാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പം ഇത് ചെറുതായിട്ടിങ്ങനെ തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ചെറിയ ചെറിയ തളകൾ വരുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഇതിൻ്റെ സൈഡിലേക്ക് തള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം ഈ നടുക്കൊന്നും തള വരാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. സൈഡിലേക്കാണ് തള വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ നല്ലൊരു ക്രീം പോലെ ആയിട്ടുണ്ട്. ഇതേപോലെ വരണം. ഇതിലും കൂടുതൽ നേരെ ഇട്ടിട്ട് തിളപ്പിക്കരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അല്ലെങ്കിൽ ഇത് നന്നായിട്ടാണ് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊരു അപ്പം പോലെയാവും. അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇത് നമുക്ക് ഈ അടുപ്പത്ത് നിന്ന് ഇങ്ങോട്ട് നീക്കി വയ്ക്കുക. കാരണം ഈ അടുപ്പുമ്മേ ഇരുന്നാലും കുറച്ച് നേരത്തേക്ക് നല്ല ചൂടുണ്ടാവുമല്ലോ. നമ്മുടെ പാല് ചൂടാറിയിട്ടുണ്ട്, ചെറിയൊരു ചൂടുണ്ട്, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇനിയിപ്പോൾ എങ്ങാനും കട്ട പിടിച്ചിട്ട് ചെറുതായിട്ട് കട്ടയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് എടുത്തോട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർക്കാം. നല്ല ചൂടോട് കൂടിയിട്ട് വാനില എസൻസ് ചേർക്കണ്ടേ. വാനില എസൻസ് ആയിരുന്നാലും നിങ്ങൾ ഇതേപോലെ ഫസ്റ്റ് കുറച്ച് ചേർക്കാം. കാരണം പല വാനില എസൻസിനും പല ചിലത് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കും, ചിലത് ഭയങ്കര ലൈറ്റായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ഫസ്റ്റ് ഇപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂണാണ് ചേർത്തത്. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടേസ്റ്റ് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏലക്കായുടെ പൊടിയാണ് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാല് തിളപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ചേർത്തോട്ടോ. ഇതിപ്പോൾ വാനില എസൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ചൂടാറി കഴിഞ്ഞിട്ട് ചേർക്കുന്നത്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഐസ് ട്രേയിലേക്കാണ് ഒഴിക്കുന്നത്. അപ്പോൾ കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ വേറെ ട്രേയിൽ വയ്ക്കുക, അല്ലെങ്കിൽ ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചെറിയ സ്റ്റീലിൻ്റെ എന്തെങ്കിലും ചെറിയ പ്ലേറ്റിൽ എന്തെങ്കിലും വെച്ചാൽ മതി. ഇത് 2, 4, 6, 8, 10, 12, 14, ഇതിപ്പോൾ 14 എണ്ണത്തിൻ്റെ ട്രേ ആയിട്ടത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കറക്റ്റ് ഇത്രയ്ക്ക് ടൈം വെക്കണമെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമുക്കത് തണുപ്പ് കൂട്ടിയും കുറച്ചും സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും ഇത് കട്ടയായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ വൈകിട്ട് ഉണ്ടാക്കി വെക്കും. അപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുട്ടികളുള്ള വീട്ടിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിന് പിന്നെ അടഞ്ഞിരിക്കാൻ നേരം ഉണ്ടാവില്ല, എപ്പോഴും ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികളുള്ള വീട്ടിലേക്കും രാത്രി ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും. പാലൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ട്രേയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അത് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുത്ത വഴിക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് വിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളായിരിക്കുമല്ലോ ഇതിങ്ങനെ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വീഴാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ട് പോരുമെന്ന് നോക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പാലൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഐസ് ട്രേയുടെ ഉള്ളിൽ വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമുള്ളൂ. അല്ലെങ്കിൽ മോൾഡൊന്നും എല്ലാവരുടെയും കയ്യിലുണ്ടാവില്ലല്ലോ. ഐസ് ട്രേയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് പുറത്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഈ ട്രേയുടെ ഉള്ളിൽ നിന്ന് ഇത് പെട്ടെന്ന് അങ്ങോട്ട് വിട്ടു പോരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഐസൊക്കെ ഭയങ്കര ഹാർഡായിട്ടാണല്ലോ ഇരിക്കുക. അപ്പോൾ അത് ജസ്റ്റ് വെള്ളത്തിൻ്റെ അടിയിലൊന്ന് കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐസ് ട്രേയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഈ ഐസ്ക്രീം അതേപോലെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തെ കൂട്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷെയ്ക്ക് ചെയ്തിട്ട് അങ്ങനെ വിട്ട് പോരണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് വിടിയിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് വിട്ട് പോന്നോളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീടുകളിലേക്കും പ്രായമായ അപ്പാപ്പന്മാരോ അമ്മാമ്മമാരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. കാരണം അത് നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നാട്ടിലേക്ക് പിന്നെ ഇപ്പോൾ നല്ല ചൂടാണല്ലോ. ഇപ്പോൾ ഈ മരത്തുമ്മയൊക്കെ കണ്ട ചെറിയ ചെറിയ മുട്ടകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം മരങ്ങളുമേ നിറച്ചും പൂക്കളായിട്ട് വരും. ഇപ്പോൾ ഇനി ഒരാഴ്ചയും കൂടി എടുക്കും. അപ്പോൾ ഇതൊരു മരം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ പൂവായിട്ട് വരാം, അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇലയായിട്ട് മാറണത്. ഇന്നിപ്പോൾ നല്ല വെതർ കേട്ടോ. ഇന്നലെ ഒരു ചെറിയ തണുപ്പൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് ചെറുതായിട്ടൊരു തണുത്ത കാറ്റുണ്ട്. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. ഇത് വേറൊരു മരം കേട്ടോ. ഇതുമൊക്കെ നിറച്ച് മുട്ട് വന്നേക്കാം.
കണ്ട ഇതാണ് മുട്ട്. ഇതൊക്കെ മരം കേട്ടാ. എന്നിട്ട് ഫസ്റ്റ് ഇങ്ങനെ പൂവായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പൂവ് ഇലയായിട്ട് മാറും. ഇവിടെ എല്ലാ മരങ്ങളുമേ അങ്ങനെ വരാം. അപ്പോൾ ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കാം. വേറൊരു മരം കേട്ടോ, ഷെയ്ഡ് അടിക്കും. ഇത് വേറൊരു മരം കേട്ടോ. പല തരത്തിലുള്ള മുട്ടുകളാണ് വന്നേക്കുന്നത്. കാരണം പലതരത്തിലുള്ള മരം കേട്ടോ, അതുകൊണ്ട്. പിന്നെ ഇവിടെയൊക്കെ കണ്ട ഇതൊക്കെ തണുപ്പ് വന്നാലും പോവാത്ത ചെടികളാട്ടോ. ഇതിൻ്റെ അടിയിലൊക്കെ കിഴങ്ങ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ കിഴങ്ങിങ്ങനെ അടിയിൽ കിടന്നോളും, എത്ര ഐസ് വന്നാലും പോവില്ല. അപ്പോൾ അങ്ങനെ ചൂടായി തുടങ്ങുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൊന്തി വരും. ഒരു 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് പൊന്തി വരും. അതേപോലത്തെ കുറേ ചെടികളുണ്ട് കേട്ടോ ഇവിടെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തണുപ്പ് തുടങ്ങി പിന്നെ ആയിക്കൂടി 3 മാസം നമുക്ക് സമ്മർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ചെടികളും നമ്മളങ്ങനെ പുതിയത് വെക്കേണ്ടി വരില്ല. കുറേയൊക്കെ ഇങ്ങനെ പൊന്തി വരും. ഇത് വേറെ ടൈപ്പ്. പുല്ലൊക്കെ ആയിരുന്നാലും ചെറുതായിട്ട് പച്ച കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ മെഷീനിന് ഓടണ ഒരു സൗണ്ട് കേൾക്കണില്ലേ, അത് അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ ചവറൊക്കെ അടിച്ച് വരണ ആ മെഷീൻ ഓടിക്കുന്ന സൗണ്ടാട്ടോ കേൾക്കണത്. ഞങ്ങളുടെ ഇവിടെ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഒരു ക്ലീനിങ് ഇതിപ്പോൾ കുറേ ഉണ്ടാവുമല്ലോ ഇലകളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ക്ലീനിങ് ഞങ്ങൾ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കും. പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യും. ഇത് ഇനിയിപ്പോൾ കോഴികളേനെ ഇനിയിപ്പോൾ സമ്മർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പുറത്തേക്ക് അയച്ചു വിടില്ല. കാരണം ചെടികളൊക്കെ മാന്തി നാശമാക്കും. ഇതിപ്പോൾ പുറത്ത് തന്നെ വേറൊരു കൂടുണ്ട് കമ്പി കെട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് അയച്ചിടുക. ഇന്നാണ് ഇങ്ങനെ ആക്കിയേക്കുന്നത് കൂടിൻ്റെ ഉള്ളിൽ. അതാണ് ഇഷ്ടമായിട്ടില്ല അവർക്ക്. ഇത് റോസാട്ടാ. റോസായിരുന്നാലും നല്ല തണുപ്പ്, ഇപ്പോൾ നല്ല തണുപ്പായിരുന്നല്ലോ. അപ്പോൾ റോസും പോവില്ല. റോസും തണുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്മേന്ന് ഇതേപോലെ ഇലകളൊക്കെ ഇങ്ങനെ പൊട്ടി വരും. ഇനിയിപ്പോൾ സമ്മർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ ആയിരുന്നാലും നല്ല പണികളുണ്ടാവും. ഞാൻ കുറച്ച് ചെടികളുടെ വിത്തുകളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തെ കുറച്ച് സീനിയയുടെ വിത്തുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് പാവണം. ഇതൊക്കെയും കിഴങ്ങുകൾ പൊന്തി വന്നതാട്ടെ. ഇതും കിഴങ്ങ് പൊന്തി വരുന്നതാട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ട്. ഇതൊക്കെ ചെറിയ തണുപ്പിൽ പൊന്തി വന്നതാട്ടോ. ഇപ്പോൾ ഇതുമ്പോൾ പൂവായി. ഇതൊക്കെയും ചെടികളുമേന്ന് പുതിയ പുതിയ ഇലകൾ പൊട്ടി വന്നതാണ്.